ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. മീഷോന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കുറച്ചധികം ഐറ്റംസ് ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനൊരു ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് നല്ല വൃത്തിയിൽ പാക്കേജ് ചെയ്ത് മീഷോന്ന് കിട്ടിയൊരു പാക്കേജാണിത്. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല നീറ്റാണ്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മീഷോന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫ്ലോപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ് വരുന്നത്, അങ്ങനെ ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ കാണാറുണ്ട്. ഡ്രസ്സ് വാങ്ങുമ്പോൾ എനിക്കും ചിലതൊക്കെ അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ, കാര്യത്തിലും അങ്ങനെ പറ്റാറുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സും കിച്ചണിലേക്കുള്ള ഐറ്റംസും ഒക്കെയാണ് വാങ്ങിയത്. ഇതെങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു 6 പീസിൻ്റെ കപ്പാണ്, ടീ കപ്പാണ് വരുന്നത്. നല്ല സെറാമിക്കിൻ്റെ ടീ കപ്പാണ് വരുന്നത്. ഇത് വന്നിട്ട് 2-3 ഷെയ്ഡ് കളേഴ്സും ഉള്ളിൽ വേറൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള, അതേപോലെ എല്ലാ കപ്പിലും കാണുന്നൊരു കളറല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു പാറ്റേണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതൊന്നുപോലും പൊട്ടാതിരിക്കാൻ വളരെ സൂക്ഷിച്ച് അവർ നല്ല പോലെ കപ്പൊക്കെ നല്ല പോലെയാണ് പാക്കേജിങ് ചെയ്തത്. എനിക്ക് പാക്കേജിങ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിന് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് 258 റുപ്പീസിനാണ്. 286 ആണ് ഇപ്പം കിടക്കുന്നത്, 286 രൂപയ്ക്ക്. എനിക്ക് 258 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ വേറൊരു പാക്കേജ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് അത്ര നീറ്റായിട്ട് പാക്കേജിങ് അല്ലാത്ത ഒരു പാക്കേജാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഞാനത് വലിച്ചു പിടിച്ചെടുത്ത് പുറത്തെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ സാധനം നമ്മളെ ഈ ഗ്ലാസും കപ്പൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡില്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 125 റുപ്പീസാണ് ഇതിന് വന്നിട്ടായത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിരുന്നത്. ഇപ്പം വന്നിട്ട് 144 റുപ്പീസാണ് അതിന് റേറ്റ് കാണിക്കുന്നത്. ഞാൻ ഈ കപ്പ് അതിലേക്ക് വെക്കാമെന്നുള്ളതിലാണ് ഈ കപ്പിൻ്റെ അപ്പുറം ആ സ്റ്റാൻഡ് കൂടി പർച്ചേസ് ചെയ്തത്. അടിപൊളി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. 125 റുപ്പീസിന് ഒരു സ്റ്റാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല, നമുക്ക് പോയി കിട്ടാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം ആ കപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതുമാത്രമല്ല നമുക്കൊരു എക്സ്ട്രാ 6 കപ്പ് കൂടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡാണ് വന്നിരിക്കുന്നത്. എല്ലാം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം. അതേപോലെ കപ്പിൻ്റെ കാര്യം പറയാനേ അല്ല, അടിപൊളി, രക്ഷയില്ലാത്ത കപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി എന്താ പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു എന്താണെന്ന് എന്നോട് മറന്നുപോയി. യെസ്, ഇതുപോലെ നമ്മുടെ തവികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ് വന്നിട്ടുള്ളത്. ഒരു മെറ്റൽ ലാഡിൽ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഹൈറ്റുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റുന്നതാണ്. തവികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഹോൾഡറാണ്. മെറ്റലാണ് വരുന്നത്. 195 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. 215 ഇപ്പോഴും അവൈലബിൾ ആണ് ഇത് കേട്ടോ. നല്ല രസമുണ്ട്, അതിൻ്റെ കളറും ഡിസൈനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് വെച്ചാൽ തന്നെ ആ കിച്ചണിനൊരു ഫ്രഷ് ഫീല് കിട്ടാൻ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണമെന്നില്ല, ഇങ്ങനെ ക്യൂട്ടായിട്ടും രസമുള്ള കുറച്ച് ഐറ്റംസ് മതി. 195 അത് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വന്നത് ഇതൊരു റാക്കാണ് വന്നത്, അയൺ റാക്കാണ് വരുന്നത്. നല്ല ക്വാളിറ്റി കേട്ടോ, അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ് ഇത് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോർണറിലോ എവിടെയെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തവയൊക്കെ വെക്കാമെന്നുള്ളൊരിതിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു ഇത്. നമ്മുടെ കിച്ചൺ ഓർഗനൈസേഷനിൽ വേണ്ട ഒരു കാര്യമാണ് ഈ തവ ഹോൾഡർ. തവ റാക്ക്, ഹോൾഡറല്ല റാക്ക്. നമ്മളിങ്ങനെയാണ് തവാസൊക്കെ വെച്ചത്, ഒരു പർട്ടിക്കുലർ സ്പേസ് അതിനില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊക്കെ ഒന്ന് മാറ്റിയിട്ട്
അവിടെ കുറച്ച് തവയൊക്കെ വെച്ചപ്പോൾ വളരെ നീറ്റായി. അത് ഹോൾഡ് ചെയ്യാൻ പാകത്തിന് നല്ല കട്ടിയും ഒക്കെ ഉള്ള സാധനമാണ്. പിന്നെ അതിന് വന്നിട്ട് 246 റുപ്പീസ് ആയിരുന്നു. ഇപ്പം 291 കിടക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ എന്താണ് ചെടികളൊക്കെ വെക്കുന്ന ഹാങ്ങിങ് പോട്ടാണ് വന്നത്. മെറ്റലിൻ്റെ ഹാങ്ങർ വന്നിട്ട് മെറ്റലിൻ്റെതാണ് വന്നത്. നമുക്ക് 5 പീസുള്ള ഒരു ഹാങ്ങിങ് പോട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഒരു ഹാങ്ങിങ് പോട്ടാണ്. 5 ഹാങ്ങിങ് പോട്ടും 5 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് എല്ലാത്തിനോടും വന്നത് 166 റുപ്പീസാണ്. അപ്പം ഇത് ഡിഫറെൻറ്റ് കളറിലുള്ളതായത് കൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എനിക്ക് ഹാങ് ചെയ്ത് നല്ല രസത്തിൽ ഇങ്ങനെ വെക്കാമല്ലോ. ഇത് 166 നമുക്ക് കടയിൽ പോയാൽ എന്തായാലും കിട്ടില്ല. പിന്നെ ഇപ്പോൾ അത് 185 കിടക്കുന്നത് മീഷോയിൽ. നമുക്കിങ്ങനെ എനിക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അത് ഞാൻ മാറ്റുമ്പം എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു കവറിലാണ് വന്നിരിക്കുന്നത് മീഷോൻ്റെ ഒരു പാക്കേജ്. ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ടൂത്ത് ബ്രഷാണ്, കിഡ്സിൻ്റെ ടൂത്ത് ബ്രഷാണ്. ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അതിൽ കാണിക്കുന്നുണ്ട് പെർ 1-ന് 25 റുപ്പീസാണ് പെർ പീസിനെന്ന്. പക്ഷേ നമുക്കിതെല്ലാം കൂടി കിട്ടിയിരിക്കുന്നത് 12 പീസസാണ് ഉള്ളത്. അപ്പോൾ 4 വാങ്ങുമ്പോൾ തന്നെ 100 റുപ്പീസ് ആവും. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര പ്രൈസ് വന്നിട്ട് എത്രയായിരുന്നു? ഞാൻ എവിടെയും കൊടുക്കാം. 115 കിട്ടിയത്. 136 ഇപ്പോൾ കിടക്കുന്നത്. എങ്ങനെ പോയാലും നമുക്ക് ലാഭമാണ്. നമുക്ക് 2 മാസം കൂടുമ്പോൾ 1 മന്ത് കൂടുമ്പോൾ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ. പിന്നെ ഇതാണ് വന്നത്. ഇത് നമ്മളെ എന്താണ് ക്ലീനിങ് പേർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഏതെങ്കിലും ഗ്യാസ് ടോപ്പറൊക്കെ ക്ലീൻ ചെയ്യാണ് മെയിനായിട്ട്. ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത ഭാഗവും അല്ലാത്ത ഭാഗവും കണ്ടാൽ അറിയാം ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം 80 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു ലാഭത്തിന് കിട്ടി. അതേപോലെ തന്നെ ഇങ്ങനത്തെ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വാങ്ങിയത്. 103 രൂപയ്ക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. എനിക്ക് 80 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് നല്ല വെർത്തായി തോന്നുന്നുണ്ട്. അടിപൊളി സാധനമാണ്. പിന്നെ വന്നിട്ട് നെക്സ്റ്റ് ഞാൻ എടുത്തത് എന്തായിരുന്നു? യെസ്, ഇത് വന്നിട്ട് നമ്മുടെ കുപ്പി സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്ന കണ്ടെയ്നേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. വളരെ ചെറിയ സൈസിലുള്ള സ്ക്വയർ സൈസിലുള്ളതാണ്. സ്ക്വയർ ഷേപ്പാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അടിപൊളി സാധനം. കാണാനും ഭയങ്കര രസമുള്ളൊരു അടിപൊളിയാണ് ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിന് വന്നിട്ട് 182 റുപ്പീസേ ആയിട്ടുള്ളൂ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ. ഇപ്പം 211 കിടക്കുന്നുണ്ട്. അതായത് 6 പീസിന് 182 എന്ന് പറഞ്ഞാൽ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കിച്ചണൊന്ന് നല്ല വൃത്തിയിൽ നിൽക്കുക. അതേപോലെ ഇതിൻ്റെ അടപ്പിൻ്റെ അടിയിൽ നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കാൻ നല്ല രീതിയിൽ ഒക്കെ ഉണ്ട്. അതേപോലെ വളരെ നീറ്റായിട്ടുള്ള വളരെ വൃത്തിയുള്ള നമ്മുടെ റൗണ്ട് അല്ലാതെ സ്ക്വയർ തന്നെ വന്നപ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗിക്കൊപ്പം തന്നെ അതിന് ക്വാളിറ്റിയും ഉണ്ട്. അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പർച്ചേസ് ചെയ്തോളൂ. ഇത് ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ അത്യാവശ്യം വലിയ സൈസിലുള്ളതും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പിന്നെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ സൈസിലുള്ളത് എടുത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഭംഗിയില്ലാത്ത നോർമൽ കപ്പൊക്കെ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് മാറ്റി അതിൽ നിന്നൊക്കെ സാധനമൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഇതാ കണ്ടോ, നമുക്കൊരു നീറ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വലുതും വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും പർച്ചേസ് ചെയ്തോളൂ. അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് കാണിക്കാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് മറ്റേ റേസേഴ്സാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 94 റുപ്പീസാണ് വന്നത്. 112 ആണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള സാധനം
ഈ സ്റ്റെയിനർ ഇതിപ്പോൾ ഒന്നേ ഞാൻ കാണിക്കുന്നുള്ളൂ. 2 എണ്ണമുള്ള ഒരു കോംബോ ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത്. ഈ ഒരു കളറും ഒരു പിങ്ക് കളറോടെയും 2 എണ്ണത്തിനോടെയും 101 രൂപയാണ് എനിക്കായത്. 118 രൂപയ്ക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ലാഭമാണ് ഇത്. 2 എണ്ണം നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ 50 രൂപ ഒന്നിന് വരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഈ സ്പൂണുകളാണ് ഡെസേർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി ഗോൾഡൻ കളറുള്ള ഫ്ലവർ ഷേപ്പോ ഹാർട്ട് ഷേപ്പോ ഒക്കെ ഉള്ള 4 സ്പൂൺ വരുന്നുണ്ട്. 98 റുപ്പീസാണ് വരുന്നത്. ഒരു ടേബിൾ സ്പൂണ് സാധനം അതിൽ കൊള്ളില്ല, കുറച്ച് കുറയും, പക്ഷെ അടിപൊളി സാധനമാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഗ്ലാസ് സ്റ്റാൻഡാണ്. ഗ്ലാസ് സ്റ്റാൻഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലതാണ് വാങ്ങിയത്. 248 റുപ്പീസാണ് ഇത് ഗ്ലാസ് സ്റ്റാൻഡിന് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് എല്ലാത്തിനും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. എനിക്കൊന്നും ഫ്ലോപ്പായി തോന്നിയിട്ടില്ല.